ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണാനിനയേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണാനിനയേ നമോ നമോ. സുന്ദരതര പിനാകധര ഹര സുന്ദരതര പിനാകധര ഹര ഗംഗാധര ഗജ ചർമാംബരധര ഗംഗാധര ഗജ ചർമാംബരധര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണാനിനയേ നമോ നമോ. സൂപ്പറായിട്ട് പാടിയതാ. ദേ ശ്രീതേ തൂക്കി ഇട്ടേക്കുന്നു. അത് ആസപ്പനെ വെരി നൈസ് സോങ് എന്ന് പറയുന്നുണ്ട്. അപ്പുറം ഇരിക്കുന്ന ആ സുന്ദരി ആരാണ്? ഇത് ശ്രീലക്ഷ്മി. സൂപ്പർ എന്ന് പറയുന്നുണ്ട് അശ്വതി ചേച്ചി. ഇത്ര ഇരിക്കുന്ന സുന്ദരി ആരാണെന്ന് എനിക്കറിയാം. അപ്പുറത്തിരിക്കുന്ന സുന്ദരി ആരാണ്? ഇത് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി അറിയത്തില്ലേ? അഗ്രീന് പാടാൻ വരുന്നത് ല്ലേ തിയേറ്ററിൽ? അതിൽ അതൊരു പെണ്ണാണ്. വൈഷ്ണവ ചേച്ചി എവിടാ? അടുത്ത പാടിക്കാൻ ഞാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇവിടെ കണ്ടു വന്നിട്ടുണ്ട്. പാടിക്കോടെ അടുത്ത സജഷൻ വരട്ടെ. വന്നില്ല. ഇപ്പോഴത്തെ കറക്റ്റ് ആയത് രണ്ട് സുന്ദരൻ സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നാണ്. ഇല്ലല്ലോ, പോസ്റ്റ് ചെയ്തില്ലല്ലോ. മറന്നിട്ട് വേണ്ടി. സുന്ദരിമാരെ ഒന്നും ഇതിൽ കാണുന്നില്ലല്ലോ. വേറെ എന്തേലും അല്ലെങ്കിൽ ദാസപ്പം പോയിക്കോ. ഇവിടെ പാട്ട് കേൾക്കാനല്ലേ വന്നിരിക്കുന്നത്. ഒരു രാത്രി കൂടെ വിടവാങ്ങവേ പിന്നെ കാത്തിരുന്നു പാടിക്കോടാ. ഞാൻ ചില കമന്റ്സ് ഒക്കെ വിട്ടുപോകും കേട്ടോ. ശ്രീലക്ഷ്മി നോക്കിയിട്ടൊന്ന് പാടിക്കോട്ടോ. ഞാൻ ചിലപ്പോ മ്യൂട്ട് ആക്കി വെച്ചേക്കും. അറിയാതെ നീ എൻ്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു. മുറുകാൻ തുടങ്ങുമെൻ വിറയാർന്ന വീണയെ മാറോടമർത്തി കൊതിച്ചിരുന്നു. എന്തിനെ